ഈ ജാതി ഒരു ബ്രീഡാണെന്നും ഒരു പ്രത്യേകതരം സ്പീഷ്യസ് ആണെന്നും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നമ്മൾ ചരിത്രപരമായി പിന്നോട്ടെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പല പല സെക്റ്റുകൾ തമ്മിൽ അടിയും പിടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആന്ത്രപ്പോളജിക്കലായിട്ട് യാതൊരു ഐഡൻറ്റിറ്റി ഇവർക്കില്ല. കറുത്ത നായരും കറുത്ത മേനോനും മൂക്ക് ചപ്പിയ മേനോനും വെളുത്ത ഈഴവനും വെളുത്ത പുലയനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്താണ് ആക്ച്വലി ഇത് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് മൈത്രൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബേസിക്കലി ഇതൊരു മോശം കാര്യമാണെങ്കിൽ പോലും. അല്ല, മോശം കാര്യമൊന്നുമല്ല. മനസ്സിലാക്കാം എന്ത് മോശമാണ്. ജാതി എങ്ങനെ മോശമാകുന്നത്? ഇയാൾ പറയാം. ജാതി മോശമാകുന്നത് അവരുടെ ആ ഒരു ഐഡന്റിറ്റിയിൽ. അവരുടെ ഐഡന്റിറ്റി എങ്ങനെ മോശമാകുന്നത്? ബാക്കിയുള്ളവരായിട്ട് ഡിസ്ക്രിമിനേഷൻ വരും. അപ്പം വിവേചനമാണോ പ്രശ്നം? അല്ല, ജാതിയല്ല പ്രശ്നം. ജാതി വിവേചനമാണ്. ജാതി എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുണ്ടായതാണ്. ഒരു ഗോത്രം 10-50 പേരാകുമ്പം അവർക്ക് പണ്ട് കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം പിരിഞ്ഞ് ലോകം മുഴുവൻ ഉണ്ടായതാണ് പല ഗോത്രങ്ങൾ, ഇത്രയും വ്യത്യസ്തമായ ഗോത്രങ്ങൾ. അത് പല വഴി കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഒരേ മനുഷ്യർ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആന്ത്രപ്പോളജിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നതും ജനിതകമായി ലോകത്ത് ഒറ്റ സ്പീഷീസേ ഉള്ളതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് വൈവിധ്യമാർന്നതായിട്ട് മാറുന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട്. അങ്ങനെയാണ് വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഉണ്ടാകുന്നത്. ഗോത്രങ്ങൾ പിരിഞ്ഞാലും പലതരത്തിലുണ്ടാവും. അത്രയേ ഉള്ളൂ. അത്ര ലളിതമായിട്ട് പറഞ്ഞാൽ ഗോത്രബോധം എന്ന് പറയുന്നത് അങ്ങനെ പോകുന്നതല്ല.